രണ്ട് തരം കാര്യം നമുക്ക് ജീവിതത്തിൽ ചെയ്യാനുണ്ടാവും. ഒന്ന്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നമുക്ക് ഉറപ്പുള്ള ഡെയിലി ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ. ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്യുക, ടി വി കണ്ടുകൊണ്ടിരിക്കുക, ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഈ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ സമയം ഇങ്ങനെ പോക്കുന്ന നമ്മുടെ സമയം കളയുന്നു എന്ന് നമുക്ക് പിന്നീട് തോന്നുന്ന റിഗ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ആരുടെയും മോട്ടിവേഷനോ ഒന്നും വേണ്ട. അങ്ങ് ഡയറക്റ്റ്ലി അങ്ങ് ചെയ്യും. പക്ഷേ നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന രീതിയിൽ എത്തണം, അതിനുവേണ്ടി നമ്മൾ ഇന്ന് മുതൽ ഇന്നതൊക്കെ ചെയ്യണം എന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ നമ്മളങ്ങ് മാറ്റി മാറ്റി വെച്ച് ലാസ്റ്റ് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അന്നേ തുടങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ള റിഗ്രറ്റ്സ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി അറിയാമെങ്കിലും നമുക്കത് ചെയ്യാനൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിനുള്ള ഒരു ഉത്തരവാണ് ദ വാർ ഓഫ് ആർട്ട് എന്ന് പറയുന്ന സ്റ്റീഫൻ പ്രസ്ഫീൽഡിൻ്റെ ഒരു ബുക്ക്. കുറേ അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ പല രീതിയിൽ പറഞ്ഞു കഴിയുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന പോലെ ഇതിലും ഒരുപാട് ഇൻപുട്സ് നമുക്കുണ്ട്. ഒരു കാര്യം ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കാത്തത്, എന്താണ് ഇതിൻ്റെ ബാക്കിൽ റിയലായിട്ട് നടക്കുന്നത് എന്നൊക്കെ ഈ ഒരു ബുക്കിൽ ഈ ഓത്തർ പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ഇന്നത്തെ കട്ടൻ ടോക്സിൽ ദ വാർ ഓഫ് ആർട്ട് ബൈ സ്റ്റീഫൻ പ്രസ്ഫീൽഡ്. ഈ പുസ്തകത്തിൽ പറയുന്നത്, ഒന്ന്, ഇപ്പോൾ ഉള്ള നമ്മളിങ്ങനെയാണ്. ഓക്കെ, എല്ലാവരുടെ മനസ്സിലുണ്ടാവും ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരണം, ഇതൊക്കെയാണ് എൻ്റെ ഡ്രീം ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളെ മനസ്സിലുള്ള ഇന്ന രീതിയിലായിരിക്കണം എൻ്റെ ലൈഫ് എന്ന് ചിന്തിക്കുന്ന ഒരു ലൈഫ്. അപ്പോൾ ഇപ്പോൾ ജീവിക്കുന്നത് ഇവിടെ, നമ്മൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്നും ഇവിടം വരെ എത്താനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാരാ? നമ്മൾ തന്നെ. പക്ഷേ ഈ സ്റ്റെപ്സ് എടുക്കാൻ വൈകിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കണമെന്നോ ഡ്രൈവിംഗ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നോ എന്തെങ്കിലും ആവട്ടെ, പക്ഷേ ഇത് ചെയ്യണം എന്ന് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ കാര്യം ഡെയിലി ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു റിസൾട്ട് വരുത്താനായിട്ടോ എന്തോ ഒരു മടി ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഉണ്ടാവും. എന്നാൽ ഇതിൻ്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിൽ ഹെൽപ്പ് ചെയ്യാത്ത, നമ്മൾ ഒരു രീതിയിലും ഈ ഒരു ഗോളിൽ എത്താനായിട്ട് സഹായിക്കാത്ത പല ഡിസ്ട്രാക്ഷൻസിലേക്കും നമ്മൾ ഈസി ആയിട്ട് വഴിതെറ്റി പോവുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ ബ്രൗസിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ഇത് ബ്രൗസ് ചെയ്തതിനെ കൊണ്ട് നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന ഗോളിൽ എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് നമ്മൾ അതിലേക്ക് അങ്ങ് വഴുതി അങ്ങ് പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് പ്രോഗ്രസ് തരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമുക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗോളിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്ത് പോകുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വാർ ഓഫ് ആർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് ഒരു ആർ, ബിഗ് ആർ, റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു സാധനം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇത് ചെയ്താൽ എനിക്ക് നല്ലതാണ് എന്നറിയാവുന്ന കാര്യം വരുന്ന സമയത്ത് തന്നെ ഈ റെസിസ്റ്റൻസ് പൊങ്ങി വരും. അല്ലാത്ത സമയത്ത് ഈ റെസിസ്റ്റൻസ് വരികയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യണം. റെസിസ്റ്റൻസ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഈ റെസിസ്റ്റൻസ് വരില്ല. ഒന്നുകിൽ ഞാനിത് ചെയ്താൽ തെറ്റിപ്പോവോ, അല്ലെങ്കിൽ എനിക്ക് ഏജ് ഒരുപാടായോ, ഇനി ഞാൻ ചെയ്തു തുടങ്ങിയാൽ ശരിയാവുമോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡെയിലി ഉള്ള കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് മാറിപ്പോവോ, ആ ഡെയിലി ഷെഡ്യൂളൊക്കെ മാറിപ്പോവോ, ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ റിസ്ക് ആണോ എടുക്കുന്നത്, അതിലും ഭേദം റിസ്ക് എടുക്കാതെ ഉണ്ടായിരിക്കുമല്ലേ, ഇങ്ങനെ, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്ഷൻ ഉണ്ടാവുമോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സാണ് നമ്മുടെ മൈൻഡിൽ നമുക്ക് തന്നെ ഉദ്ദേശിക്കുന്ന ആ ഗോളിലേക്ക് എത്താനായിട്ട് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ പുസ്തകത്തിൽ പറയുന്നത് ഇതിലേതാണ് നമ്മളെ കറക്റ്റായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി എന്ത് കാരണമാണ് നമ്മൾ സ്വയം കണ്ടെത്തുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഏറ്റവും വലിയൊരു കാര്യം, ഈ റെസിസ്റ്റൻസ് ഉള്ള ഒരാൾ ഒരിക്കലും പറയില്ല ഞാൻ ഈ പരിപാടി ഒരിക്കലും ചെയ്യില്ല എന്ന്. ഫോർ എക്സാമ്പിൾ ബിസിനസ് തുടങ്ങണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുടങ്ങുന്നില്ലെങ്കിൽ അയാൾ ഒരിക്കലും പറയില്ല ഞാനിത് തുടങ്ങില്ല, അല്ലെങ്കിൽ ഞാൻ ഈ പരിപാടി ഡ്രോപ്പ് ചെയ്തു, ഞാൻ നാളെ ചെയ്യും. ഈ നാളെ ഇങ്ങനെ നീണ്ടു പോകും.
അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നാളെയും ചെയ്ത് മറ്റന്നാളും ചെയ്ത് അതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് പോയാൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുവോ ഇല്ലയോ? അതിൻ്റെ ഉത്തരം നമുക്ക് തന്നെ ഇപ്പോഴേ അറിയാൻ പറ്റും. അപ്പോൾ ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്മോളസ്റ്റ് സ്റ്റെപ്പ്, ഒരു 5 മിനിറ്റ് ആണെങ്കിൽ പോലും 5 മിനിറ്റ് ഡെയിലി ഇതിലേക്ക് നമ്മളങ്ങ് ഈ ഡിസ്ട്രാക്ഷൻസിനെ ഓവർകം ചെയ്ത്, ഈ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്ത് അതിലേക്ക് പോകണം. മറ്റൊരു കാര്യം പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഫിക്സ്ഡ് വേഴ്സസ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളത്. ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് എതിരെയാണ്, അല്ലെങ്കിൽ അത് പേഴ്സണലി എടുക്കും. അത് ഒരു ചാലഞ്ചായിട്ട് അതിനെ ഓവർകം ചെയ്യാതെ അവിടെ അങ്ങ് ആ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിൽ തന്നെ നിൽക്കും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും സൊസൈറ്റി 100% അത് ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ പുറമേ ഉള്ളവരുടെ ആക്സെപ്റ്റൻസ്, ഒരു പീപ്പിൾ പ്ലീസർ ആവണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ 100% ഒരിക്കലും അങ്ങനെ ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും വിമർശനങ്ങൾ വരുന്ന സമയത്ത് അത് പേഴ്സണലി എടുക്കാതെ എന്ത് കാര്യത്തിനെയാണോ വിമർശിക്കുന്നത് അത് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാണ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്നത് നമുക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഏതൊരു കാര്യങ്ങളും, വിമർശനങ്ങളാണെങ്കിലും എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പല തരത്തിലുള്ള സൊസൈറ്റിയിൽ നിന്നുള്ള ഫീഡ്ബാക്സ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വേണം എന്ത് കാര്യത്തിനും നമ്മൾ മുന്നോട്ട് ഇറങ്ങാൻ. ഈ ഒരു ചിന്ത കൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ചെയ്യാതെ പുറകോട്ട് വലിഞ്ഞിരിക്കരുത് എന്നാണ് ബുക്ക് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ബുക്കിൽ. വേറൊരു മെയിനായിട്ടുള്ള കാര്യം, ഇൻപുട്ട് ഗോൾ വേഴ്സസ് ഔട്ട്പുട്ട്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പം തന്നെ ആ ഒരു ഗോളിലെത്തണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സസൈസ്, എനിക്ക് 50 കിലോ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ പോയിന്റിൽ പിടിച്ച് നിൽക്കുന്നതിന് പകരം അത് നമ്മുടെ കയ്യിലല്ല. അത് ഓക്കെ, അത് ഇന്ന കോഴ്സ് ഓഫ് ടൈം വരുന്നൊരു റിസൾട്ടാണ്. ആ റിസൾട്ടിലേക്കല്ലാതെ ഡെയിലി എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് എന്താണ്, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് ഒരു പെർട്ടിക്കുലർ ടൈമോ അല്ലെങ്കിൽ നമ്മൾ എനർജറ്റിക് ആയിരിക്കുന്ന സമയം നമ്മൾ തന്നെ കണ്ടെത്തി നമുക്ക് അതിനകത്തേക്ക് ഇടേണ്ട ഇൻപുട്ട് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഇൻപുട്ട് ഡെയിലി ഇടുന്നുണ്ടോ എന്ന് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാവുള്ളൂ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കി റിസൾട്ടാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ പ്രൊഫഷണൽ വേഴ്സസ് അമച്വർ എന്നൊരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബുക്ക് മെയിൻലി നമ്മുടെ ഡെയിലി ജോബിന് പോകാതെ, അല്ലെങ്കിൽ ഡെയിലി ജോബ് വേണ്ട, എനിക്കെൻ്റെ പാഷൻ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ പാഷനിലേക്ക് എത്തിപ്പെടാത്ത ആളുകൾക്കും അതുപോലെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ക്രിയേറ്റിവിറ്റി ബ്ലോക്കൊക്കെ മാറാനുള്ളൊരു പുസ്തകമാണിത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒന്ന് പ്രൊഫഷണൽ വേഴ്സസ് അമച്വർ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് പനിയാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും ഇപ്പോൾ ഓഫീസിലൊരു സമയത്ത് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ നമുക്ക് മടിയൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഓഫീസിൽ ആ ടൈമിലെത്തും, പണി ചെയ്യും, ഓഫീസ് ടൈം കഴിയുന്നവരെ ജോലി ചെയ്യണം. പക്ഷെ നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഒരു അമച്വർ മോഡിലേക്ക് പോകാണ്ട്, എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് പണി ഇപ്പം ചെയ്യാൻ പറ്റില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് നമ്മൾ തന്നെ ആ ഒരു ഫ്രീ ആയിട്ട് കാര്യങ്ങൾ എടുക്കാതെ പ്രൊഫഷണൽ മോഡിലേക്ക് അമച്വറായിട്ട് ഇരിക്കുമ്പോഴും പ്രൊഫഷണലിസം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ പാഷൻ നമുക്ക് എത്തിപ്പെടാൻ ഉദ്ദേശിക്കുന്ന ഗോളിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പം മെയിനായിട്ടും പുസ്തകത്തിൽ പറയുന്നത് ഈ റെസിസ്റ്റൻസ്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം വരുമ്പോൾ തലപൊക്കുന്ന ആ റെസിസ്റ്റൻസിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമ്മൾ തന്നെ, എന്തുകൊണ്ടത് വരുന്നു എന്നുള്ളത് ഫസ്റ്റ് അനലൈസ് ചെയ്യുക, അതെങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളതും നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. മെയിൻലി പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിനാണ് ഈ പുസ്തകം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാം, നാളെ എത്തിക്കുമ്പോൾ മറ്റന്നാൾ ചെയ്യാം, മറ്റന്നാൾ, അങ്ങനെ അതിനൊരു അന്തമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുക, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് തന്നെ സങ്കടം വരിക, എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത്, എനിക്കിത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്കും നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പുസ്തകമാണ് ദ വാർ ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. ബുക്കിലെ ചില പോയിൻറ്റ്സാണ് കവർ ചെയ്തേക്കുന്നത്. ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച സജഷൻസ് ഉണ്ടെങ്കിൽ ഏത് ബുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്യാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. നെക്സ്റ്റ് വീക്ക് വീണ്ടും ഇതുപോലെ മറ്റൊരു ബുക്കുമായിട്ട് കാണാം.